നമസ്കാരം. 2020 അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ മത്സരിക്കും എന്ന് ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാകും എന്നാണ് കമല ഹാരിസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവരുടെ ട്വിറ്ററിലൂടെയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. കാലിഫോർണിയയിൽ നിന്നുള്ള സെനറ്റ് അംഗമാണ് കമല. അമേരിക്കൻ സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ വംശജ കൂടിയാണ് കമല ഹാരിസ്. ജമൈക്കൻ വംശജനാണ് കമലയുടെ അച്ഛൻ. ഇന്ത്യക്കാരിയായ ശ്യാമള ഗോപാലനാണ് കമല ഹാരിസിന്റെ അമ്മ. കാലിഫോർണിയയിലെ അറ്റോർണി ജനറലായി 2 തവണ കമല പ്രവർത്തിച്ചിട്ടുണ്ട്. കാലിഫോർണിയയിൽ നിന്നും US സെനറ്റിലേക്ക് ജയിച്ച് ഇന്ത്യൻ വംശജ കമല ഹാരിസ് പുതുചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിച്ച 52-കാരിയായ ഇവർ സെനറ്റിലെത്തുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ വംശജയായി മാറുകയായിരുന്നു. പിതാവ് ജമൈക്കാരനും മാതാവ് ഇന്ത്യക്കാരിയുമാണ് എന്നതാണ് ഇവരുടെ പ്രത്യേകത. പ്രസിഡന്റ് ബറാക് ഒബാമ കഴിഞ്ഞാൽ സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കറുത്ത വർഗ്ഗക്കാരിൽ നിന്നുള്ള 6ാമത്തെയാളും 20 വർഷത്തിനു ശേഷം സെനറ്റിലെത്തുന്ന കറുത്ത വർഗ്ഗക്കാരി കൂടിയാണ് കമല. വെള്ളക്കാരല്ലാത്ത ഒരാളെ ആദ്യമായാണ് കാലിഫോർണിയ സെനറ്റിലേക്ക് വിജയിപ്പിക്കുന്നത്. ബറാക് ഒബാമയ്ക്ക് ശേഷം കമലയാണ് വിജയിച്ചിരിക്കുന്നത് എന്നതും ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. 2 തവണ കാലിഫോർണിയ അറ്റോർണി ജനറലായ കമല 13 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയിച്ചിരുന്നത്. ഡെമോക്രാറ്റിൽ നിന്നുള്ള എതിരാളി ലൊറേറ്റ സാഞ്ചസിനെയാണ് കമല പരാജയപ്പെടുത്തി വിജയത്തിലെത്തിയിരുന്നത്. റിപ്പബ്ലിക്കൻസിന്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണ നേടാൻ ലൊറേറ്റയ്ക്കായിരുന്നില്ല. കാലിഫോർണിയയുടെ സെനറ്ററായിരുന്ന ബാർബറ ബോക്സർ വിരമിക്കൽ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് കമല മത്സര രംഗത്ത് എത്തുന്നത്. ചെന്നൈയിൽ നിന്നും 1960-ൽ US-ലേക്ക് കുടിയേറിയ ഡോക്ടർ ശ്യാമള ഗോപാലന്റെയും ജമൈക്കൻ വംശജൻ ഡൊണാൾഡ് ഹാരിസിന്റെയും മകളായി ഓക്ലൻഡിലായിരുന്നു കമല ജനിച്ചത്. മാതാപിതാക്കൾ കോളേജ് പ്രൊഫസർമാരായിരുന്നു. ഹാർവർഡ് സർവകലാശാലയിൽ നിന്ന് ബിരുദവും കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് നിയമബിരുദവും കരസ്ഥമാക്കി. 2008-ലും 2012-ലും ഒബാമയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇവർ പങ്കാളിയായിരുന്നു. സാൻ ഫ്രാൻസിസ്കോ ജില്ലാ അറ്റോർണിയും കാലിഫോർണിയ അറ്റോർണി ജനറലുമായി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത എന്ന ബഹുമതിയും കമലയ്ക്കൊപ്പമാണ്. അഭിഭാഷകനായ ഡഗ്ലസ് ആണ് ഭർത്താവ്. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയോട് ഏറെ അടുപ്പവും സാമ്യവുമുള്ള കമല വനിതാ ഒബാമ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ കമല ട്രംപിനെ 10 പോയിന്റുകൾക്ക് പരാജയപ്പെടുത്തും എന്നാണ് അമേരിക്കൻ വാർത്താ വെബ്സൈറ്റായ ആക്സിയോസിന്റെ ഓൺലൈൻ സർവേ ഫലം. ചെന്നൈയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ശ്യാമള ഗോപാലന്റെയും ജമൈക്കക്കാരനായ ഡൊണാൾഡ് ഹാരിസിന്റെയും മകളാണ് കമല. പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളെ അവർ ശരിവയ്ക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല. കാലിഫോർണിയയിൽ നിന്നും US സെനറ്റിലേക്ക് ജയിച്ച് ഇന്ത്യൻ വംശജ കമല ഹാരിസ് പുതുചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിച്ച 52-കാരിയായ ഇവർ സെനറ്റിലെത്തുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ വംശജയായി മാറുകയായിരുന്നു. പിതാവ് ജമൈക്കാരനും മാതാവ് ഇന്ത്യക്കാരിയുമാണ് എന്നതാണ് ഇവരുടെ പ്രത്യേകത. പ്രസിഡന്റ് ബറാക് ഒബാമ കഴിഞ്ഞാൽ സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കറുത്ത വർഗ്ഗക്കാരിൽ നിന്നുള്ള 6ാമത്തെയാളും 20 വർഷത്തിനു ശേഷം സെനറ്റിലെത്തുന്ന കറുത്ത വർഗ്ഗക്കാരി കൂടിയാണ് കമല. വെള്ളക്കാരല്ലാത്ത ഒരാളെ ആദ്യമായാണ് കാലിഫോർണിയ സെനറ്റിലേക്ക് വിജയിപ്പിക്കുന്നത്. ബറാക് ഒബാമയ്ക്ക് ശേഷം കമലയാണ് വിജയിച്ചിരിക്കുന്നത് എന്നതും ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. 2 തവണ കാലിഫോർണിയ അറ്റോർണി ജനറലായ കമല 13 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.